1921 മലബാർ സമര കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി അതിൻ്റെ 100-ാം വാർഷികം അരങ്ങേറിയ സമയത്ത് സുപ്രഭാതം ഓൺലൈൻ ഞാൻ ഉൾപ്പെടെയുള്ള ടീം, സുപ്രഭാതത്തിൻ്റെ ടീം ആ സംഭവം നടന്ന പൂക്കോട്ടൂരും മലപ്പുറവും അങ്ങനെ തുടങ്ങിയ തിരൂരങ്ങാടിയും മോങ്ങവുമൊക്കെ സന്ദർശിച്ച് ആ മലബാർ ആ ഖിലാഫത്ത് കാലത്തും അതോടൊപ്പം തന്നെ വാര്യംകുന്നൻ്റെ ആ ചരിത്ര സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് നമ്മൾ അവിടെ പോയി സന്ദർശിക്കുകയും ഒരു 10 എപ്പിസോഡുകളുള്ള ഒരു വീഡിയോ പരമ്പര സുപ്രഭാതം ഓൺലൈനിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരാളാണ് സുപ്രഭാതത്തിൻ്റെ സീനിയർ സബ് എഡിറ്റർ കൂടിയായിട്ടുള്ള ഹംസ ആലുങ്കൽ. ഹംസക്ക അന്ന് നമ്മൾ കുറേ റെഫറൻസ് ഹംസക്ക നമ്മൾ ഒരുപാട് അതിൽ സഹായിച്ചു. ഹംസക്ക തന്നെ പല സ്ഥലങ്ങളിലും പോന്നു. അപ്പോൾ അന്ന് തന്നെ ഈ സംഭവത്തെക്കുറിച്ചൊരു പുസ്തകം തയ്യാറാക്കുന്നു. മലബാർ സമരത്തെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ, മലബാർ കലാപമെന്നും വർഗീയ മാപ്പിള ലഹള എന്നും അതോടൊപ്പം തന്നെ മലബാർ കർഷക സമരമെന്നും അങ്ങനെ പല പേരുകളിൽ ഇത് സംബന്ധിച്ച ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുകയും ഒരുപാട് വായനക്കാർ ഉണ്ടാവുകയും ഇന്നും മലബാർ സമരം ഇതിനെക്കുറിച്ച് പിന്നീട് സിനിമകളൊക്കെ വന്നു. പലതരത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ട്, പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ആഖ്യാനിക്കുന്നവരുണ്ട്. അന്ന് ഹംസക്ക ഒരു എഫേർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയായിരുന്നു ഞങ്ങൾ ആ ഒരു വീഡിയോ പരമ്പര തയ്യാറാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ചിന്ത പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിരിക്കുന്നു. ഖിലാഫത്തു കാലം എന്ന ഒരു പുസ്തകമാണ്. ഹംസക്ക തന്നെ ഈ പുസ്തകം എൻ്റെ കയ്യിൽ തന്ന ഉടനെ ഞാൻ ഇത് സംബന്ധിച്ചെങ്കിൽ നമുക്ക് പറയാം, ഞാനിത് വായിച്ചിട്ടില്ല, ഇത് സംബന്ധിച്ച് ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുന്ന പോലെയാണ് എനിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് കാണാനുള്ളത്. പ്രൈമറി നമുക്ക് എന്താണ് ഇത് പുസ്തകം എന്നത് സംബന്ധിച്ച് ഹംസക്കയോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഏകദേശം 312 പേജുണ്ട്. അതിൻ്റെ 4 ഭാഗങ്ങളിലായിട്ട് കുറച്ചധികം അധ്യായങ്ങളും ഇതിനകത്തുണ്ട് എന്നാണ് ഒറ്റനോട്ടത്തിൽ. അതിനപ്പുറത്തേക്കൊന്നും എനിക്കറിയില്ല. ഹംസക്ക, ഈ പുസ്തകം അന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ എത്ര സമയമെടുത്തു ഈ പുസ്തകം ഇറക്കാൻ? ഖിലാഫത്ത് കാലം എന്ന് പറയുന്ന ഈ നോവല് ഏകദേശം 5 വർഷത്തിലധികം സമയമെടുത്ത് ചെയ്തതാണ്. അതിനു മുമ്പ് അതിൻ്റെ വിവരശേഖരണം തുടങ്ങിയിരുന്നു. ഇതൊരു ചരിത്ര പുസ്തകമല്ല, ഇതൊരു നോവലാണ്. നോവലാകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പറയാൻ എളുപ്പമാണ്. ചില ഭാവനയും അതിൻ്റെ കൂടെ ആളുകളെ വായിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭാവനയും കൂടി ചേർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് 1880കളുടെ അവസാനം മുതൽ 1921 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ നോവൽ പറയുന്നത്. ഇതിന് 4 ഭാഗങ്ങളുണ്ട്. 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകമുള്ളത്. ഒന്ന് ചരിത്രത്തിന് നിറം ചുവപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം സുപ്രഭാതത്തിൻ്റെ ഞായർ പ്രഭാതത്തിൽ കവർ സ്റ്റോറിയായി വരികയും മലബാർ കലാപത്തിന് 100 വർഷം പൂർത്തിയാകുന്ന അന്ന് ആരംഭിച്ച് പിന്നീട് കുറച്ച് ഭാഗങ്ങളായിട്ട് അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിലാപസന്ധികൾ, അതുപോലെ ചുവന്ന മേഘങ്ങൾ, ഖിലാഫത്തുകാലം, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് ഉള്ളൊരു നോവലാണ്. 45 അധ്യായങ്ങളുണ്ട്. ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മലബാർ കലാപത്തിൻ്റെ മുമ്പ് മലബാറിലുണ്ടായിട്ടുള്ള ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കുളത്തൂർ യുദ്ധം. ആ കുളത്തൂർ യുദ്ധത്തിൽ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രധാന കഥാപാത്രമാണ് ഇതിനകത്ത് നായകനായി വരുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഈ നോവലിൽ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മമ്പുറം തങ്ങന്മാർ, 2 തങ്ങളും ഈ നോവലിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ മലബാറിൻ്റെ കലക്ടറായിരുന്ന എൻ്റെ ഒരു സംശയം, ഇതൊരു മലബാർ കലാപത്തെക്കുറിച്ചും കലാപം എന്ന് പറഞ്ഞും മലബാർ സമരം എന്ന് പറഞ്ഞും പല പുസ്തകങ്ങളും വന്നിട്ടുണ്ട്. ആ പുസ്തകങ്ങളിൽ നിന്ന് ഒരു നോവലായിട്ട് ആദ്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ എന്ത് വ്യത്യസ്തതയാണ്? മറ്റു ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ ഈ പറയപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് ഇത് പ്രതിപാദ്യ പുരുഷന്മാരൊക്കെ. പക്ഷേ ഈ പുസ്തകം എങ്ങനെ വായനക്കാർക്ക് അതിൽ നിന്ന് എന്ത് വ്യത്യസ്തത എന്നതാണ്. ചരിത്രം ആളുകൾ, പക്ഷെ നോവലാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വായനയുടെ ഒരു ഒഴുക്കോട് കൂടി നമുക്ക് കൃത്യമായിട്ട് നോവലിനെ വായിച്ച് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് സാങ്കല്പിക കഥാപാത്രങ്ങളാണോ പേരുകളിലൊക്കെ. ഇപ്പോൾ ഞാൻ നോക്കുന്ന ഇവിടെ ഫസ്റ്റ് യാസർ അറഫാത്ത് എന്ന ഒരു അധ്യായം കാണുന്നുണ്ട്. അതൊക്കെ ഒരു സാങ്കല്പിക പേരുകളായിരിക്കും അല്ലേ? ഇത് രണ്ടുമുണ്ട്. നോവലിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭാവനയും ചരിത്രവും കൂടി യോജിപ്പിച്ചുകൊണ്ട് ആണ് നമ്മളത് ചെയ്യുന്നത്. ആ ചരിത്രം കൃത്യമായിട്ട് പഠിക്കാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഏറ്റവും നല്ലത് അതാണ്, വായനാസുഖം നൽകുന്നത് ആ രീതിയിലായതുകൊണ്ടാണ്. പിന്നീട് മലയാളത്തിൽ ഒരുപാട് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഒരുപാട് നോവലുകളും ഒക്കെ വന്നിട്ടുണ്ട്.
പി വത്സല എഴുതിയ ഒരു വിലാപം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള റഹ്മാൻ കിടങ്ങായ്മ എഴുതിയ അന്ന് 21 എന്ന് പറയുന്നൊരു നോവലുണ്ട്. അങ്ങനെ പലതുണ്ട്. പക്ഷേ അതൊന്നും പറയാത്ത, അതൊക്കെ മിക്കവാറും ആ ചരിത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള, ആ കാലഘട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു നോവലാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ 1800 അവസാനം മുതൽ 2021 വരെ, അതുപോലെ തന്നെ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ സംഭവമുണ്ട്. ആ സംഭവത്തെ ഇത്ര ആഴത്തിൽ അല്ലെങ്കിൽ ഇത്ര വിശദമായിട്ട് ഒരു സാഹിത്യത്തിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ മലബാറിൻ്റെ ആദ്യത്തെ കലക്ടറായിരുന്ന കനോലി സാഹിബ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വധം, ആ വധത്തിലുണ്ടായിരുന്നതിലെ പ്രതികൾ, അവരുടെയൊക്കെ ജീവിതം ഒരു സാഹിത്യ പുസ്തകം തിരഞ്ഞാലും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കലാപാനിയിലേക്കൊക്കെ ഈ കഥാപാത്രം പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നമ്മൾ വാര്യംകുന്നത്തൊക്കെ ഇതിലൊരു നിഴലായി മാത്രമേ വരുന്നുള്ളൂ. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഉപ്പ വരുന്നുണ്ട്, അലി മുസ്ലിയാരുടെയൊക്കെ മുൻ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അവരെയൊക്കെ കണ്ടിട്ടാണ് ഈ കഥാപാത്രം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അല്ലെങ്കിൽ ഒരു ചരിത്ര പുസ്തകം തിരഞ്ഞാൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് 5 വർഷത്തെ ഒരു ഗവേഷണ ഭാഗമായിട്ട് ചേർത്തുകൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ റെഫറൻസുകളൊക്കെ ഏത് പുസ്തകങ്ങളാണ് സഹായിച്ചിട്ടുള്ളത്? ഏത് ചരിത്ര പുരുഷന്മാരൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? റെഫറൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുവിധം പുസ്തകങ്ങളൊക്കെ നമ്മളിതിന് റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ പി ശിവദാസ് എഴുതിയിട്ടുള്ള ഒരു വാഗൺ കൂട്ടക്കുരുതി എന്ന് പറയുന്നൊരു പുസ്തകം പ്രധാനമായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AK കോഡൂരിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകം, ഇതൊക്കെ നമ്മളിതിനു വേണ്ടി ഉപജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചരിത്രം നമ്മൾ ഒരിടത്തും അതേപോലെ പറയുകയല്ല, മറിച്ച് അതിൽ നിന്ന് പുതിയൊരു വായന, പുതിയൊരു അറിവ് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു ചരിത്രം പലതരത്തിൽ രാഷ്ട്രീയപരമായിട്ടും ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചരിത്രം കൂടിയാണ് ഈ ഒരു സംഭവം. ഇന്നും അതിന് വളരെയധികം പ്രസക്തി, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പോൾ അടുത്ത് ഈ വാര്യംകുന്നൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു യുവതലമുറയിലെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ചിത്രം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു എന്നൊക്കെ അവകാശപ്പെട്ട അദ്ദേഹത്തിൻ്റെതാണ് എന്നൊക്കെ. ഇതിനൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഇതിലേതെങ്കിലും രാഷ്ട്രീയം എങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ വാര്യംകുന്നത്തിൻ്റെ ചിത്രം അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എന്താ പറയുക, അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ചൊക്കെ ഇപ്പോഴും സംശയം. സമകാലികമായിട്ടുള്ള രാഷ്ട്രീയ വായനകളുണ്ട് ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട്. അത്തരത്തിൽ അതേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വായനക്ക് ഇത് സ്വാധീനിക്കുന്നുണ്ടോ? ഏതെങ്കിലും പക്ഷത്തേക്ക് ചാരുന്ന? ഇല്ല, ഇതൊരു പക്ഷത്തേക്ക് പോലെ, ഇത് മനുഷ്യ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ടുള്ള ഒരു എഴുത്താണ്. അതിലുപരി ഇതിനെ വിലയിരുത്തുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ചെയ്തികളെ ഒരിക്കലും ന്യായീകരിക്കാത്ത ഒരു ബ്രിട്ടീഷ് വനിതയാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രമായി വരുന്നത്. അതായത് വാഗൺ കൂട്ടക്കുരുതിയിൽ അവിടെ നിന്ന് പിന്നെ മാപ്പിള ഇവരെ കൊണ്ടുപോയ ആ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതിനകത്ത് പ്രധാനമായി വരുന്ന കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അതൊന്നും ചരിത്രത്തിൽ എവിടെയില്ല. അപ്പോൾ അവരാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ കൊളത്തൂർ യുദ്ധത്തിൽ നായകനായിട്ടുള്ള മായൻ എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതൊന്നും ചരിത്രത്തിൽ നമുക്ക് എവിടെയും തിരഞ്ഞാൽ കാണുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടെത്തിയ ഒരു സംഭവമാണ്. ഏതായാലും ഈ ഒരു പുസ്തകം അദ്ദേഹം തന്നിട്ടുണ്ട്. നമുക്കിത് വായിച്ചതിന് ശേഷം കൂടുതൽ റിവ്യൂകൾ, ഞാനിപ്പോൾ ഇതിൻ്റെ ബേസിക് എന്താണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായത് എന്നും ചോദിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് ഈ പുസ്തകത്തിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു സംസാരം നമുക്ക് മറ്റൊരവസരത്തിൽ നമുക്ക് നടത്താം എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.